ഞാനാണ് ആ കൊച്ചിന്റെ എന്താ പറയാ ഉറക്കണതും ഫുഡ് കൊടുക്കണതും. എന്തിന് അക്കളക്കള ഊഞ്ഞാലുണ്ടല്ല തൊട്ടില് കണ്ടാ നീ കണ്ടാ അതെന്ത് കഷ്ടപ്പെട്ട കെട്ടിയെന്നറിയോ? ഇതൊക്കെ ഞാനാ ചെയ്തത്. നീയൊക്കെ എന്തോന്നാ ചെയ്യണ ഈ ഇടിയിലാണ്ട്? ഓക്കെ, സമ്മതിച്ചു, നീ തന്നെ ചെയ്തേ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നീ എന്താണ് പറഞ്ഞു വരുന്നത്? നീ ചെയ്യോ? എന്താ പറഞ്ഞു വരുന്നത്? ക്ലാരിറ്റിയോടെ പറ. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. കൊച്ചിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് അതെല്ലാവരും ഡിവൈഡ് ചെയ്ത് ചെയ്യുക. ദാറ്റ് മീൻസ് കൊച്ചിന് ഭക്ഷണം കൊടുക്കാനുള്ളത്, കൊച്ചിനെ ഉറക്കണ കാര്യം, കൊച്ചിന്റെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനുള്ളത്, ഈ വക എല്ലാ കാര്യങ്ങളും ഈ വീട്ടിലുള്ള എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യും. അതിലും നല്ലത് കൊച്ചിനെ വല്ല പോലീസ് സ്റ്റേഷനിലോ അല്ലെ വല്ല അമ്മ തൊട്ടിലോ ഏൽപ്പിക്കുന്നതല്ലേ? അതെന്തോന്നും മോളെ അങ്ങനെ പറയണത്? ആ കൊച്ചിയുടെ ഉള്ള കാര്യം വേറെ ആരും അറിയരുതെന്നല്ലേ ആ കൊച്ചിൻ്റെ അമ്മ ഓഡിയോയിൽ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണത് ശരിയാണോ? അത് ശരിയാ, അമ്മ പറയട്ടെ. എന്തായാലും കുറച്ച് ദിവസത്തെ കാര്യമുള്ളൂ, നമുക്ക് മാനേജ് ചെയ്യാം. അതെ, ചാരു പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ റെഡിയാ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഞാനും റെഡിയാ. ആണല്ലോ, അപ്പൊ ഞാൻ പറയട്ടെ, ചെയ്യാലോ എല്ലാവർക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ആ കൊച്ചു വന്ന ദിവസം അവന്തി ഉണ്ടായിരുന്നില്ല, അവൾ നൈസായിട്ട് സ്കൂട്ടായല്ലോ, ഒരു ഷെയർ അവൾക്കും കൂടെ കൊടുക്ക്. അവന്തി പോയി, ഇനിയിപ്പോ അവളെ വിളിച്ചാൽ അവൾ എടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ കറക്റ്റായിട്ട് ചെയ്യാന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാനും റെഡിയാ. ഞാനും ചെയ്യും. നീയോ? ഞാൻ അല്ല, ചെയ്തേ പറ്റൂ, അല്ലെ കാണിച്ചു തരാം. സോ ഇതിനൊക്കെ സൊല്യൂഷൻ ആയിട്ട് ഞാൻ ലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പേര് വീഴുന്നവർ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതിൽ യാതൊരു തർക്കമില്ല. ഇനി അത് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ തർക്കിക്കാൻ നിൽക്കരുത്. സോ അതാ 4 വരെ പേരുണ്ട്. ഞാൻ അതിനകത്ത് ഇത് വേണ്ട. അപ്പം ആദ്യത്തെ ടാസ്ക് കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം. ഫുഡ് കൊടുത്താൽ മാത്രം മതി? ഫുഡ് കൊടുത്താൽ മാത്രം പോരാ. കുട്ടിയുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുക, കുട്ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുട്ടീനെ ഫുഡ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാക്കി നീറ്റാക്കുക. അത്രയും ചെയ്യണം. അമ്മാവാ, അമ്മാവനെ എടുക്കണേ. ഐശ്വര്യമായിട്ട് എടുത്തു. കല്ല് മോളെ, കൈയടിച്ച് പാസ്സാക്കും. നല്ല കാര്യങ്ങളൊക്കെ. എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ല. ഇനി അതല്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് കൊച്ചിന് വല്ലതും പറ്റണോ കഴിച്ചിട്ട്? കൊച്ചിന് സിർലാക്ക് കൊടുക്കലും പാല് കൊടുക്കലൊക്കെ ഞാൻ നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തേച്ചാൽ മതി. പറ്റില്ല നിനക്ക്? ചെയ്തോളാം. ഇനി അടുത്ത കാര്യം, ചിരിക്കണ്ട, വരുന്നു. കുട്ടിയെ അപ്പിടിപ്പിക്കുക, കഴുകിപ്പിക്കുക, കുളിപ്പിക്കുക, ഇതൊക്കെ ചെയ്യിപ്പിക്കണം കറക്റ്റായിട്ട്. കുഞ്ഞാണെന്നുള്ളത് ഓർക്കുക. അമ്മാവാ, എൻ്റെ അല്ലാത്ത ഏതെങ്കിലും എടുത്തോ. എനിക്ക് കൊച്ചിന്റെ ഇതൊന്നും കഴുകാൻ എനിക്ക് അറിയത്തൊന്നുമില്ല. അത് ഇത്ര വില ശീലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വയം അങ്ങ് കഴുകാറുണ്ടോ? സെയിം പ്രോസസ്സ് തന്നെ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. നോ തർക്കം ഇങ്ങോട്ടേക്ക് വേണ്ട. അടുത്തതായിട്ട് ഞാൻ അല്ലെങ്കിൽ അമ്മാവൻ, ആർക്കാ വീണേന്ന് അറിയത്തില്ല. സംഭവം വേറൊന്നുമല്ല, കൊച്ചിനെ ഉറക്കുക, താരാട്ട് പാടുക, കൊച്ചിനെ കരയിപ്പിക്കാതിരിക്കുക. ഓക്കെ? ഉറക്കമില്ലാത്ത രാത്രികൾ. ഭാഗ്യം എൻ്റെ അമ്മാവന് കൊടുക്കണേ. എൻ്റെ അമ്മന് കുറച്ച് ഭാഗ്യങ്ങൾ കുറവാ. എട്ട് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇനി എനിക്ക് കുറച്ച് ഇങ്ങനെ ഇരിക്കാം. അതെ, എനിക്കറിഞ്ഞൂടാ പാട്ട് പാടാനൊന്നും. അത് വായ തുറന്ന് പാടാണ്ട്